പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമായ ദൈവമക്കളെ, വീണ്ടും ഒരു ദിവസം കൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം അവസരം തരികയും ഇന്നേ ദിവസം നമ്മെ അവൻ കൂട്ടിവരുത്തുകയും ചെയ്തതോർത്ത് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ദൈവം ആകർഷിച്ച് വന്നിരിക്കുന്നവരാണ് ഓരോരുത്തരും. നമ്മുടെ ലക്ഷ്യം കർത്താവിന്റെ തിരുസന്നിധിയിൽ ചേർന്നിരിക്കുക എന്നുള്ളതാണ്. നാം വിശ്വാസത്തിൽ വളരുക, യേശു നമ്മിൽ വസിക്കുന്നു എന്നുള്ളത്. അവൻ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് പഠിച്ചും കേട്ടും ആ വിശ്വാസത്തിൽ ബലമുള്ളവരാകുക, ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുക. യേശു പറഞ്ഞിരിക്കുന്ന ഐഹികമല്ലാത്ത രാജ്യം അത് അനുഭവിക്കുക. ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിയുക, അവൻ ആദ്യനും അന്തിനുമാണെന്ന് മനസ്സിലാക്കുക. ഈ ലോകത്ത് തിന്മകളുടെ പിന്നാലെ ഒരുപാട് ആളുകൾ സഞ്ചരിക്കുമ്പോൾ നാം അങ്ങനെ ആകാതിരിക്കുക. നമുക്ക് വേറിട്ടൊരു ചിന്താഗതിയും പരിശുദ്ധമായൊരു ജീവിതശൈലിയും സ്വർഗസ്ഥനായ ദൈവം നൽകുകയും നമ്മെ നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാവുകയും നമ്മുടെ മുമ്പിൽ നമ്മുടെ ഇടത്തും വലത്തുമായിട്ട് നമ്മെ നിയന്ത്രിക്കുന്ന സ്വർഗീയ സൈന്യങ്ങളും ആ വലിയ സാന്നിധ്യമൊക്കെ നമുക്ക് അനുഭവിക്കുവാനും സാധ്യമാകുകയാണ്. ആത്മീയമായി വളരാനും പരിശുദ്ധാത്മാവിന്റെ സംതൃപ്തിയിൽ ബലപ്പെടുവാനും കൂട്ടായ്മയുടെ ബലത്തിൽ ഒരുപാട് സന്തോഷിക്കുവാനും ദൈവമക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് സാധ്യമാകട്ടെ. അവനവന്റെ പാത്രത്തെ നോക്കിക്കൊള്ളുക, ജീവിതത്തെ നേരെയാക്കിക്കൊള്ളുക എന്ന വചനം ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. ഇന്ന് രാത്രി നാം അല്ലെങ്കിൽ ഏത് സമയത്തോ ഇപ്പോൾ ഏത് നേരത്താണെങ്കിലും നിങ്ങളിത് കേൾക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുകയാണെന്നുള്ള ബോധ്യം കൊണ്ട് നാം നമ്മെ തന്നെ ബലപ്പെടുത്തുക. യേശു നമ്മുടെ അരികിലുണ്ട്. ഈ ശുശ്രൂഷ കഴിയുന്നതുവരെ എൻ്റെ ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയും നമ്മുടെ ഈ സ്ലോമോ മിനിസ്ട്രിയില്, ഈ ശുശ്രൂഷയില് നിങ്ങളെല്ലാവരും അംഗങ്ങളാണ്. അപ്രകാരം ദൈവം നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടെ ലോകം മുഴുവനായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ എല്ലാവരെയും വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഒരു പാട്ടിന്റെ ഏതാനും വരികൾ ചേർന്ന് പാടുകയും തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയും വചനം കേൾക്കുകയും ചെയ്യാം. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനുമന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. അവനാദ്യനുമന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാമന്യനാ നായക. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാ വന്യനാ നായക. എൻ്റെ യേശു എനിക്കു നല്ലവൻ,
അവൻ എന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോ ഞാൻ അവനിടം പറന്നുയരും. എൻ്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. കാൽവറി മാലമേൽ കയറി മുൾമുടി ശിരസിൽ വായിച്ചു. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വായിച്ചു. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. കാൽവറി മാലമേൽ കയറി മുൾമുടി ശിരസിൽ വാഹിച്ചു. കാൽവറി മാലമേൽ കയറി മുൾമുടി ശിരസിൽ വാഹിച്ചു. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ശുദ്ധേക ദൈവത്തിന്റെ തിരുനാമത്തിനേക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആകാശവും ഭൂമിയും തന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മൗധവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവായ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവേ, ഈ ശുശ്രൂഷയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ശുശ്രൂഷ നീ ഞങ്ങൾക്ക് തന്നത് നന്ദി പറയുന്നു. ഒരു കൂട്ടമായി ഒരുമിച്ച് വളരുവാൻ നീ ഞങ്ങളെ ചേർത്തിരുത്തിയ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് യോഗ്യതയൊന്നുമില്ല എന്ന് സമ്മതിക്കുന്നു. ഞങ്ങൾ പാപികളിൽ ശ്രേഷ്ഠരായി നിലകൊള്ളുന്നു. കർത്താവേ, പാപം ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ മേലുള്ള ശാപങ്ങളും ഞങ്ങളുടെ മേലുള്ള പൈശാചിക ബാധകളും ഞങ്ങളുടെ രോഗപീഠകളും ദുരാത്മാക്കളും എല്ലാം അഴിഞ്ഞു മാറുവാനും യേശുവിന്റെ അനുഗ്രഹത്തെ സ്വീകരിച്ച നല്ല ദൈവമക്കളായി രൂപാന്തരപ്പെടുവാനും ഈ ദിവസം ഈ സമയം ഞങ്ങളെല്ലാവരും അങ്ങ് തൊടുന്നതിനും തൊട്ടതിനുമായി നന്ദി പറയുന്നു. അങ്ങയുടെ വചനം ഈ കുടുംബം മുഴുവനും നിറഞ്ഞു നിൽക്കട്ടെ. വിശ്വാസത്തോടുകൂടെ കുടുംബ പ്രാർത്ഥനയായി ഇതിന്റെ മധ്യ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥന്റെ വലിയ ശക്തി കൊണ്ട് അവരുടെ ഹൃദയം തുറക്കപ്പെടട്ടെ. യേശുവിനെ രക്ഷകനെന്ന ആധരമായി സ്വീകരിച്ച് എന്റെ ദൈവവും കർത്താവും എന്ന് തോമാസ് ലീഹ പറഞ്ഞതുപോലെ പറഞ്ഞുകൊണ്ട് ഏറെ ബലപ്പെട്ട് ഏറെ അനുഗ്രഹത്തോടും ഏറെ വിശുദ്ധിയോടും ഏറെ കൃപയോടും ഏറെ നന്മയോടും കൂടെ മുന്നോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ പിതാവും പരിശുദ്ധ പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ ബ്ലസ് ചെയ്യണമേ. നാഥ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ദൈവമേ, നിനക്ക് ആരാധന. കർത്താവേ, നിനക്ക് മഹത്വം. പരിശുദ്ധ ദൈവമേ, നിനക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമീൻ. സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമായ ദൈവമക്കളെ, ഏറെ പ്രാർത്ഥനയോടും ദൈവഭയത്തോടും കൂടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സ്പർശിക്കുന്ന ഈ സമയത്തോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ചിന്തകളെ ധ്യാനിച്ച് വീണ്ടും പ്രാർത്ഥിക്കുവാൻ നമുക്ക് തിരിയാം. ദൈവമക്കളെ, ആദ്യം മുതൽ വായിക്കുന്നില്ല. നമുക്ക് പരിചിതമായ വേദഭാഗം എന്ന ഒരിക്കൽ കൂടി പറയട്ടെ. യേശു തന്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു സമയം, പടകിൽ കയറി പോകുമ്പോൾ വലിയ കാറ്റും കൂടും അത് അടിച്ച് പടക് വല്ലാതെ ആട്ടിയുലയുന്ന ഒരു രംഗം നമുക്ക് ആ വേദഭാഗത്തിൽ കാണാനായിട്ട് കഴിയുന്നു. തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ
യേശു അവിടെ ശാന്തമായി ഉറങ്ങുകയായിരുന്നു. പടകിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഇതാ ദൈവമക്കളെ, ശിഷ്യന്മാരെല്ലാവരും വളരെ വളരെ ഭാരത്തോടുകൂടെ ആ പടകിനെ നേരെയാക്കുവാൻ പരിശ്രമിക്കുന്നു. പക്ഷേ അവർക്കത് സാധ്യമാകുന്നില്ല. അവസാനം അവർ ഗുരുനാഥന്റെ അരികിൽ വന്നിട്ട് ഗുരുനാഥനോട്, നീ എന്താണ് ഉറങ്ങുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ ഉറങ്ങുന്നത്? ഞങ്ങൾ ഇങ്ങനെ വളരെ കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ദൈവമക്കളെ, യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന രംഗം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. തുടർന്ന് യേശു അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതിന്റെ 40-ാമത്തെ വാക്യം, കാറ്റ് അമർന്ന വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്താ? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. 2 വാക്കുകൾ അവിടെ നമുക്ക് ഏറ്റെടുക്കാം. ഒന്നാമത്തത് വിശ്വാസത്തിന്റെ പ്രാധാന്യം. ഹല്ലേലൂയ. നാം ഇന്നലെ ചിന്തിച്ചതും അത് തന്നെയായിരുന്നു. തോമസേ, നീ എന്താണ് അവിശ്വാസിയായി നിലകൊള്ളുന്നത്? നീ വിശ്വാസിയായിരിക്കാം. വിശ്വാസിയായിരിക്കുന്നതിന്റെ പ്രാധാന്യം ക്രൈസ്തവ ജീവിതത്തിൽ ഒരുപാട് വലുതാണല്ലോ. 2, നാം ആരും ഭീരുക്കളാവരുത്. വചനം ഇപ്രകാരം പറയുന്നുണ്ട്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവമക്കളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ ആകർഷണത്വത്തിന്റെ വലയത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് വരികിൽ നിങ്ങളിൽ വ്യാപരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, വളരെ ശക്തിയുള്ള ദൈവസ്നേഹം നിറയുന്ന, കൃപ നിറയുന്ന, ബലം നിറയുന്ന, വളരെ വലിയ ഒരു ശക്തമായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് ദൈവമക്കളെ നമുക്ക് ഇവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ഇപ്പോൾ ദൈവതിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ തിരുസന്നിധി നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ, ദൈവങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ആ വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപയും നിറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുവാനും ദർശിക്കുവാനും സാധ്യമാകുകയാണ്. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം, കർത്താവിനെ നമുക്ക് മഹത്വീകരിക്കാം. അതിപരിശുദ്ധമായ അവന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ മധ്യേ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവമക്കളെ, ഇപ്പോൾ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവശക്തി നമ്മളുടെ അരികിലുണ്ട് എന്ന് ദൈവമക്കൾ വിശ്വാസത്തോടുകൂടെ, വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ ഇടവരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇത് കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു തരുന്ന ഒരു ധൈര്യമുണ്ട്, ഒരു വലിയ ബലമുണ്ട്, ഒരു ആശ്വാസമുണ്ട്. എന്നോട് പലപ്പോഴും പറയാറുണ്ട്, കൂട്ടായ്മയിൽ വരുമ്പോൾ, കൂട്ടായ്മ ഇരിക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാകുന്നു, വലിയ ആനന്ദം ഉണ്ടാകുന്നു, അവരുടെ ജീവിതത്തിൽ നിന്ന് ഭയപ്പാടുകൾ ഇല്ലാതെയാകുന്നു. അത് ആദ്യ ഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. നാം കൂട്ടായ്മയിൽ വരുമ്പോൾ നമ്മെ വേദനിപ്പിക്കുന്നതായ ഭീരുത്വത്തിന്റെ ആത്മാവ്, ദുഷ്ടന്റെ ആത്മാവ്, പൈശാചിക ശക്തികള് അത് അഴിഞ്ഞുമാറുന്നതാണ് നമുക്ക് ആ സന്തോഷം ഉണ്ടാകുന്നത്. ഒരു ആത്മീയമായ വളർച്ചയൊന്നും നേടിയെന്ന് അവിടെ പറയാൻ പറ്റില്ല. പക്ഷേ എന്തോ ഒരു ആശ്വാസം, എന്തോ ഒരു വലിയ ഷെൽട്ടർ, അവൻ എന്നെ കരുതുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് കിട്ടുകയാണ്. അത് പ്രിയപ്പെട്ടവരെ, യേശു അരികെയുള്ള ഒരു കോൺഫിഡൻസ് ആണ്, യേശു കൂടെയുള്ള ഒരു കോൺഫിഡൻസ് ആണ്. അനേക ആളുകള് ഈ ഒരു ഫീലില് മടങ്ങിപ്പോവുകയാണ് ദൈവമക്കളെ. എന്നിട്ട് അവര് ജീവിതത്തിന്റെ സാധാരണ മേഖലകളിലേക്ക് വരുമ്പോൾ അവര് വീണ്ടും നിരാശയിലായി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് യേശുവിനൊപ്പം നടക്കുന്ന ശിഷ്യന്മാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ യേശു അത്ഭുതം പ്രവർത്തിക്കുന്നു, യേശു ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു പീഡിതരെ വിടുവിക്കുന്നു. ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമ്പോൾ ദൈവമക്കളെ, ആളുകൾക്ക് വലിയ സന്തോഷമാണ്. അതാണ് നിങ്ങൾ ഈ കൂട്ടായ്മയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കിട്ടുന്നത്. ഹല്ലേലൂയ. കൂട്ടായ്മയ്ക്ക് എന്തെങ്കിലും സഹായ ഹസ്തങ്ങൾ നീട്ടുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കോൺഫിഡൻസ് ആ ലെവലിലാണ്. ദൈവമക്കളെ, എന്നിട്ട് ആളുകള് തിരിച്ച്
തന്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതായത് ശിഷ്യന്മാര് ആ പടക് നിയന്ത്രിച്ചു പോകുമ്പോൾ ആ പോകുന്ന അവസ്ഥയെ സാധാരണ നമ്മുടെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്താൻ നമുക്ക് കഴിയുകയാണ്. അപ്പോൾ വലിയ കാറ്റും കോളും വരുമ്പോൾ നിരാശരായി മാറുകയാണ്. ഇതാ ദൈവമക്കളെ, നാമും അങ്ങനെയാണ്. നാം കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വലിയ സന്തോഷമാണ്, വലിയ ശക്തിയാണ്. പക്ഷേ നാം കൂട്ടായ്മ വിട്ട് പിരിയുമ്പോൾ, ജീവിതത്തിൽ ഒരു വലിയ പ്രയാസം വരുമ്പോൾ, ദൈവമക്കളെ, നമുക്ക് വല്ലാത്ത ഭയം കടന്നു വരും, വല്ലാത്ത ഒരു നിരാശ കടന്നു വരും, പേടി കടന്നു വരും. എന്തുകൊണ്ടായിരിക്കും? കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ധൈര്യമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ മാറിപ്പോകുമ്പോൾ നിരാശ കടന്നു വരാൻ കാരണം ദൈവമക്കളെ, നാം ബേസിക് ആയിരിക്കുന്ന ആത്മീയ ചിന്തയിൽ നിന്ന് വളരുന്നില്ല. ബേസിക് ആയിരിക്കുന്ന ഒരു സ്പിരിച്വൽ കോൺസെപ്റ്റ് ആണ് കൂട്ടായ്മയുടെ നടുവിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്. കൂട്ടായ്മയ്ക്ക് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കുമ്പോൾ, അതായത് തങ്ങളുടെ ജീവിതത്തിന്റെ പങ്കുകൾ, അധ്വാന ഫലങ്ങളെല്ലാം ദശാംശമായിട്ടൊക്കെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് ഒരു വലിയ ആനന്ദം തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, അത് ബേസിക് ലെവലാണ്. അത് മാത്രമല്ല ദൈവമക്കളെ, നമ്മൾ അവിടെ നിന്ന് വളരേണ്ടിയിരിക്കുന്നു. എവിടേക്കാണ് വളരേണ്ടത്? നാം വിശ്വാസികളായി മാറണം. ഹല്ലേലൂയ, വിശ്വാസികളായി മാറണം. അപ്പോൾ നാം വളരണം എന്നുള്ള ആ ഒരു വേദഭാഗത്തിലെ ആ ചിന്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യത്തെ ഘട്ടത്തിന്റെ മറ്റൊരു ഭാഗം ചിന്തിക്കുന്ന ഏറെ നല്ലതായിരിക്കും. നാം കൂട്ടായ്മയിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് പലപ്പോഴും പേടി വരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ നിങ്ങൾ പേടി വരുമ്പോൾ ചെയ്യേണ്ട ഒരു ആക്ട് കൂടെ ഇവിടെ വെളിപ്പെടുത്തി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ദൈവമക്കളെ നോക്കിക്കേ, എന്താണ് അവിടെ ചെയ്യുന്നത്? അവർക്ക് വലിയ ഭയം ഉണ്ടായപ്പോൾ അവരിങ്ങനെ തോണി ഇങ്ങനെ ആടി ഉലയുകയാണ്. അവർക്ക് വല്ലാത്ത ടെൻഷൻ വരികയാണ്, വല്ലാത്ത ഭയം ഉണ്ടാവുകയാണ്. അങ്ങനെ വല്ലാത്ത ഭയം ഉണ്ടായപ്പോൾ അവര് ദൈവമക്കളെ, അവർ യേശുവിന്റെ തിരുസന്നിധിയിൽ വന്ന് അവനെ വിളിക്കുവാനായിട്ട് ഇടവരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മടങ്ങി വരിക. എങ്ങോട്ട് മടങ്ങി വരിക? യേശുവിന്റെ അരികിലേക്ക് മടങ്ങി വരിക. മുട്ടുകളെ മടക്കുക. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പില് മുട്ടുകളെ മടക്കുക. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് അത്യുന്നതനെ നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെയും, നമുക്കറിയാം, യാക്കോബ് യാത്ര ചെയ്യുമ്പോൾ അവിടെ വലിയ കല്ല് വെച്ച് തലയണയായി വെച്ച് കിടന്നുറങ്ങുന്ന സമയം ദൈവമക്കളെ വലിയ ദർശനം കാണുകയാണ്. ഇപ്പൊ യാക്കോബ് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, എന്റെ ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, അല്ലെങ്കിൽ ആ സ്വപ്നത്തിലൂടെ, അത് ഈ ആബുക്കിന്റെ കടവിലാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ സ്വപ്നത്തിലൂടെ ആ ഗോവണിയിൽ പ്രിയപ്പെട്ടവരെ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു കാണുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് പറയാണ്, ഞാൻ പോകുന്ന വഴിയിൽ നീ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ നിന്നെ ആരാധിക്കുന്ന ഇടമായത് മാറ്റും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, ഇത് തന്നെയാണ് നമ്മളുടെ ജീവിതയാത്രയില് എപ്പോഴെങ്കിലും നമ്മെ വലിയ പ്രയാസങ്ങളോ വേദനകളോ സങ്കടങ്ങളോ ആഞ്ഞ് പിടിക്കുമ്പോൾ നാം ആ സന്തോഷം നഷ്ടപ്പെട്ടു പോയി, ബലം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന നിമിഷങ്ങളില് നാം അവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചോളണം. നാഥ, നിന്റെ രക്തം കൊണ്ട് നീ എന്നെ കഴുകണം. യേശുവേ എന്ന് വിളിക്കാനുള്ള ഒരു ധൈര്യവും ഒരു ആവേശവും ദൈവമക്കളെ നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ എപ്പോൾ വീണാലും മടങ്ങി വരിക. എങ്ങോട്ടാണ്? യേശുവിന്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങി വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ജീവനുള്ള ആ തിരുസന്നിധിയിലേക്ക് നിങ്ങൾ ഇതാ മടങ്ങി വരുന്നവരായി മാറുക. ഹല്ലേലൂയ. യേശുവിന്റെ തിരുസന്നിധിയിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. യേശുവിന്റെ തിരുസന്നിധിയിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. യേശുവിന്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ ചേർന്നിരിക്കുക. യേശുവേ എന്ന് വിളിക്കുക. അപ്പോൾ എത്ര വലിയ ഗ്രേസ് ആണ് നമുക്ക് യേശുവിനെ അറിയാൻ കഴിയുന്നത്. ഒന്ന്, എന്റെ പടകിൽ യേശു ഉണ്ട്. രണ്ട്, എന്റെ യേശു അവിടെ ഉറങ്ങുന്നുണ്ട്. യേശുവിനെ വിളിക്കണമെന്നുള്ള അറിവ്, പ്രിയപ്പെട്ടവരെയും യേശുവിനെ വിളിക്കാനുള്ള ഒരു ധൈര്യം, ഇതൊക്കെ ആത്മീയ ജീവിതത്തിന്റെ ബേസിക് ലെവലിലുള്ള ഒരുപാട് അഭിഷേക തലങ്ങളാണ്. നിങ്ങൾ ഇതൊക്കെ പ്രാപിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് യേശുവേ എന്ന് വിളിക്കാനുള്ള ഒരു പ്രാഗൽഭ്യം കിട്ടിയിട്ടുണ്ടോ? ഇത്രമാത്രം അഭിഷേകം നിങ്ങൾക്കുണ്ടോ? പലർക്കും ഇല്ല ദൈവമക്കളെ. പലരും വ്യക്തികളിലാണ് ആശ്രയിക്കുന്നത്, പലരും കൂട്ടായ്മയുടെ ഭൗതിക തലത്തിലാണ് ആശ്രയിക്കുന്നത്. മറ്റൊരാൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ചിലർ ചിന്തിക്കുന്നു. അങ്ങനെയല്ലേ? നിങ്ങൾ യേശുവിൽ ആശ്രയിക്കുമ്പോൾ
കർത്താവിന് നിയോഗപ്രകാരം ഒരു പ്രാർത്ഥന പൂർത്തീകരിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന ശുശ്രൂഷകനാകാം ഒരുപക്ഷെ ഞാൻ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാകാം. ഞാൻ ആശ്രയിക്കേണ്ടത് മനുഷ്യരല്ല, പ്രഭുക്കന്മാരിലും മനുഷ്യരിലും ആശ്രയിച്ചത് ലജ്ജയായി എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ എന്നും എന്നേക്കും അവനിൽ ആശ്രയിക്കുക എന്നുകൂടെ യെശയ്യാ പ്രവാചകനിൽ പറയുന്നു. ഇതാ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ദൈവത്തിലുള്ള ആശ്രയത്തെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവമക്കളെ, കർത്താവിൽ ആശ വെച്ചവരും ആശ്രയം വെച്ചവരും അവന്റെ കരങ്ങളിൽ തന്റെ ജീവിതം കൊടുത്തവരും ഇന്ന് വരെ നിരാശപ്പെട്ടു പോയിട്ടില്ല. ഇത് വലിയ ഒരു ഉറപ്പാണ്, വലിയൊരു ധൈര്യമാണ്, വലിയൊരു കോൺഫിഡൻസ് ആണ്, വലിയൊരു കൃപയാണ്, വലിയ ഉണർവാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ കരുതലാണ്, ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ മനസ്സലിവാണ്. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ ഒരു ബേസിക് ലെവലിലുള്ള ആത്മീയ ഘട്ടമാണ്. ഇതെങ്കിലും നേടിയവരല്ലേ നിങ്ങൾ? പലർക്കും ഇതുമില്ല. അഹങ്കാരം മാറണം പ്രിയപ്പെട്ടവരെ, നിഗളം മാറണം, പാപം മാറണം, അശുദ്ധി മാറണം, വിശുദ്ധി വരണം, ദൈവത്തിന്റെ ഈ സാന്നിധ്യം തിരിച്ചറിയുവാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആദ്യമായി എനിക്ക് നിനക്ക് വേണ്ടത് തുറന്നൊരു ഹൃദയമാണ്. എന്ത് തുറന്ന ഹൃദയം? യേശുവിനെ കാണാനുള്ള ഹൃദയം, യേശു എന്റെ ഭവനത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയം, പ്രിയപ്പെട്ടവരെ യേശുവിന്റെ വചനം ജീവനുള്ള വചനമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയം. ഹല്ലേലൂയ. ഇത് കിട്ടണ്ടേ? അത് കിട്ടണമെങ്കിൽ യേശുവിന്റെ പടകിലുണ്ടെന്നും യേശുവിനെ വിളിക്കാൻ എനിക്ക് ബോധ്യം ഉണ്ടാകണമെന്നൊക്കെ എനിക്കൊരു സാക്ഷി ഉണ്ടാകണമെങ്കിൽ, ഒരു ബലം ഉണ്ടാകണമെങ്കിൽ, ദൈവമക്കളെ, എന്റെ ഹൃദയത്തിനൊരു പരിവർത്തനം ആവശ്യമാണ്, മാനസാന്തരം ആവശ്യമാണ്. ഹൃദയശുദ്ധി ഇല്ലാത്തവരെ ദൈവത്തെ കാണുകയില്ലല്ലോ. ഇന്ന് നിന്നെ പിടിച്ചിരിക്കുന്ന പാപമുണ്ടല്ലോ, ആ പാപമാണ് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത്. എന്നാൽ വിശ്വസിക്കുന്ന ദൈവവേദലേ, നിന്റെ മേൽ ആ പാപബന്ധനം അഴിച്ചു കളഞ്ഞ് പാപ സ്വഭാവം എടുത്തു മാറ്റി നിന്നെ ശുദ്ധീകരിക്കുവാനും ദൈവസഭയിൽ കൊള്ളാവുന്ന വ്യക്തിയായി രൂപാന്തരപ്പെടുത്തുവാനും യേശു ഇതാ നമ്മളുടെ അരികിൽ വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ ദൈവമക്കളൊന്ന് ചേർന്ന് പറയാമോ ഹല്ലേലൂയ? വിശ്വാസത്തോടെ ദൈവമക്കളൊന്ന് ചേർന്ന് പറയാമോ ഹല്ലേലൂയ? എത്ര പേര് ആഗ്രഹിക്കുന്നു എന്റെ കർത്താവിന്റെ പാപം ക്ഷമിച്ചു തരണം? നിങ്ങളിൽ ഏതെങ്കിലും ഒരു പാപത്തിന്റെ വശം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം കാണാൻ കഴിയില്ല. ഏത് പാപമാണ്? വ്യഭിചാരമാണെങ്കിലും ഓ ജീസസ് ഹല്ലേലൂയ, മദ്യപാനമാണെങ്കിലും ഹല്ലേലൂയ, അന്യദൈവാരാധന, ഭയത്തിന്റെ, നിരാശയുടെ, മടിയുടെ, പൈശാചികമായ ശക്തികളെല്ലാം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആദ്യത്തെ പ്രയർ അതാണ്, കർത്താവേ നിന്റെ സന്നിധി ഞാൻ വരുന്നത് അനുഗ്രഹം കിട്ടാനല്ല, അതായത് ഭൗതികമായ സമ്പത്തുണ്ടാകാനല്ല, ജോലി ലഭിക്കാനല്ല, അതെല്ലാം ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. നോക്കിക്കേ, അവനിൽ വരാത്തവർക്ക് വരെയും ദൈവം ഇതെല്ലാം കൊടുക്കുന്നു. മനുഷ്യനെ സ്നേഹത്തോടെ പരിപാലിക്കാൻ ദൈവം എന്നും കരുതുന്നു. യേശുവിനെ രക്ഷകനെന്ന് ആദരമായി സ്വീകരിക്കാത്തവർക്ക് മഴ കൊടുക്കുന്നു, വെയിൽ കൊടുക്കുന്നു, ജോലി കൊടുക്കുന്നു, ഉന്നതസ്ഥാനം കൊടുക്കുന്നു, സമ്പത്ത് കൊടുക്കുന്നു, വാഹനം കൊടുക്കുന്നു, മക്കളെ കൊടുക്കുന്നു, എല്ലാം ഉണ്ട്. അത് ദൈവം നമുക്ക് തരും പ്രിയപ്പെട്ടവരെ. എന്നാൽ ഞാൻ യേശുവിന്റെ അടുക്കൽ വരുന്നത് അതിനല്ല. അതെല്ലാം എനിക്ക് ദൈവം സമൃദ്ധിയായി എനിക്ക് ആവശ്യമുള്ള രീതിയിൽ കൂട്ടിച്ചേർത്ത് തരും. പക്ഷേ ഞാൻ യേശുവിന്റെ സന്നിധിയിൽ വരുന്നത് പാപമോചനത്തിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. എന്റെ പാപം ക്ഷമിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, എന്റെ അശുദ്ധി മാറാൻ വേണ്ടിയിട്ടാണ്, എനിക്കൊരു നല്ല കണ്ണ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആ കണ്ണ്? എന്റെ ജീവിതത്തിൽ യേശു ഉണ്ടെന്ന് കാണാനുള്ള കണ്ണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ കണ്ണെന്നാണ് അതിന്റെ ആത്മീയ ലോകം വിശേഷിപ്പിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ കണ്ണുണ്ടെങ്കിലാണ് യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഇവിടെയാണെങ്കിലും നിങ്ങൾ പോകുന്ന ദേവാലയങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയുള്ളൂ. യേശുവിനെ കാണാനുള്ള വിശുദ്ധിയുടെ കണ്ണ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ദർശിക്കുന്നത് പൈശാചികമായ ശക്തി കേന്ദ്രങ്ങളെ ആയിരിക്കും. ഹല്ലേലൂയ. അത് ദേവാലയത്തിലുണ്ട്, കൂട്ടായ്മയിലുണ്ട്, സകലിടങ്ങളിലുണ്ട്. നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള പൈശാചികമായ ശക്തി കേന്ദ്രങ്ങൾ എല്ലായിടത്തും വസിക്കുന്നുണ്ട് എന്ന് ദൈവമക്കൾ ഓർത്തുകൊള്ളുക. അങ്ങനെയുള്ള ശക്തി കേന്ദ്രങ്ങൾ നമ്മളുടെ കണ്ണിനെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അന്ധത കൊണ്ട് നമ്മൾ കാണേണ്ട കാഴ്ചകൾ, അതായത് വിശുദ്ധിയുടെ നിർഗുണമായ കർത്താവിന്റെ സാന്നിധ്യത്തിൽ കാണേണ്ടതിന് പകരം അശുദ്ധിയുടെ വ്യാപാര കേന്ദ്രങ്ങളെ കാണുന്നു. അതിനാൽ നാം നമ്മുടെ അവയവങ്ങളെ ബന്ധിതമാക്കുന്നു. അതിനാൽ നാം ശാപത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നു, അശുദ്ധിയുടെ വഴിയിൽ പോകുന്നു എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പ്രഥമമായി പ്രാർത്ഥിക്കുകയാണ്, എന്റെ കർത്താവ് എനിക്കൊരു മാനസാന്തരം തരണം, എന്റെ പാപം നീ ക്ഷമിച്ചു തരണം, എന്റെ അശുദ്ധി മാറ്റി തരണം. ഇന്ന് ഞാൻ അശുദ്ധനാണ്, ഞാനൊരു മടിയനാണ്, ഞാൻ തെറ്റ് ചെയ്യുന്നവനാണ്, ജോലിയിൽ ആത്മാർത്ഥതയില്ലാത്തവനാണ്, ഞാൻ ലൈംഗിക കാര്യങ്ങളിൽ തിന്മ ചെയ്യുന്നവനാണ്, ഞാൻ അഡിക്റ്റഡ് ആയതാണ്, പല കാര്യങ്ങളും അഡിക്റ്റഡ് ആണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളെ നിങ്ങൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ കർത്താവ് വലിയ മാനസാന്തരം തരും. ഹല്ലേലൂയ.
ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഒരു മജീഷ്യനെ പോലെ ദൈവം നമ്മുടെ മുമ്പിൽ വരുന്നത് കാണാനല്ല, മറിച്ച് എന്റെ ദൈവമേ, നീ എനിക്കൊരു പുതിയ ഹൃദയം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ എനിക്കൊരു പുതിയ ജീവിതം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ എന്നെ പുതിയ സൃഷ്ടിയാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ എന്നിൽ നിറഞ്ഞു വരണം. അപ്പൊ ആളുകൾ ചിന്തിക്കുകയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിൽ ഇന്നും വേണോ? എല്ലാ ദിവസവും നിങ്ങളെ പുതുതാക്കുന്ന ദൈവം ഓരോ ദിവസവും താൻ സൂര്യനെ ഉദിപ്പിക്കുന്നു, അസ്തമനത്തിന് സൂര്യനെ വിധേയപ്പെടുത്തുന്നു, ഭൂമി കറങ്ങുന്നു, ഭൂമിയിലുള്ളെല്ലാം തന്റെ വസ്ത്രങ്ങൾ മാറി 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 ധരിക്കുന്നു, ഇലകൾ കൊഴിയുന്നു, പ്രകൃതികളിൽ വ്യത്യാസം വരുന്നു, മനുഷ്യർ ഒരു വശത്ത് നിന്ന് കൊഴിഞ്ഞു തീരുമ്പോൾ മറ്റൊരു വശത്ത് ജനനം എടുക്കുന്നു, കാലങ്ങളെ അലങ്കരിച്ച് മനുഷ്യർ ലോകത്തോട് യാത്ര പറയുന്നു. വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ശാസ്ത്രലോകത്തും പ്രപഞ്ചമണ്ഡലങ്ങളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവമക്കളെ ഓർത്തുകൊള്ളുക, ദിവസവും നമുക്ക് കൃപ ആവശ്യമാണ്. ഒരു ദിവസത്തെ അന്തരീക്ഷ വായു അല്ല ഞാൻ പിറ്റേ ദിവസം ശ്വസിക്കുന്നത്. അന്തരീക്ഷത്തിൽ വ്യതിയാനങ്ങൾ വരുന്നു, യാത്ര ചെയ്യുമ്പോൾ വ്യതിയാനങ്ങൾ വരുന്നു, കണ്ടുമുട്ടുന്ന പൾസുകൾ, അതായത് ആളുകളിൽ നിന്ന് വരുന്ന എനർജീസ് ഡിഫറൻസ് ആണ്. അനേക ദുഷ്ടാത്മാക്കളുടെ പെരുപ്പവും ജീവിതയാത്രകളിലുണ്ട് എന്ന് മനസ്സിലാകും. ഓ ജീസസ്, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദിവസവും എനിക്ക് പരിവർത്തനം ആവശ്യമാണ്. ദിവസവും ഞാൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, കർത്താവേ നീ എന്നെ ശുദ്ധീകരിക്കണമേ. ഒന്ന് പറയാമോ? ഹല്ലേലൂയ. നീ എന്നെ ശുദ്ധീകരിക്കണമേ. പറഞ്ഞേ എല്ലാവരും ഒന്ന്, ഹല്ലേലൂയ. നീ എന്നെ ശുദ്ധീകരിക്കണമേ. ഇപ്പോൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് യേശുക്രിസ്തു ആ ശുദ്ധീകരണം തരുന്നു. പറയുന്ന വിശ്വാസമുള്ളവർ പറ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു നീ എന്നെ ശുദ്ധീകരിക്കുന്ന ദൈവമാണെന്ന്. ഞാൻ വിശ്വസിക്കുന്നു നീ എന്നെ ശുദ്ധീകരിക്കുന്ന ദൈവമാണെന്ന്. ഞാൻ വിശ്വസിക്കുന്നു നിന്റെ ശക്തി കൊണ്ട് എന്നിൽ നിറച്ചു നിർത്തുന്നു എന്ന്. ഞാൻ വിശ്വസിക്കുന്നു നിന്റെ കൃപ എന്നിൽ നിറയുന്നു എന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് പാപമോചനം കിട്ടുന്നു, ഞാൻ വിശുദ്ധീകരിക്കപ്പെടുന്നു, എന്റെ പടകിൽ യേശു ഉണ്ടെന്ന് മനസ്സിലാകുന്നു, എനിക്ക് യേശുവിനെ വിളിക്കാനായിട്ട് സാധ്യമാകുന്നു. ബേസിക് ആയ കാര്യങ്ങൾ കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റേജ് ആണ്, ഞാൻ അവന് വിശ്വസിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ ഉള്ളിൽ വിശ്വാസം വർദ്ധിച്ചു 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 വരും, ദൈവബന്ധം വർദ്ധിച്ചു 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 വരും. ഈ ലോക ജീവിതം വിട്ടുപിരിയുമ്പോൾ എനിക്ക് കൈപ്പണിയില്ലാതെ നിത്യമായൊരു ഭവനമുണ്ടെന്നും, ഈ ലോകത്ത് ആടിയുലെന്ന പടകിന്റെ സാഹചര്യം വന്നാലും നാഥൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം, പിടിച്ചവൻ, കൂടെ ഇരുത്തിയവൻ, വഴി നടത്തുന്നവൻ, പരിപാലിക്കുന്നവൻ അത്യുന്നതനാണെന്നുള്ള വിശ്വാസം കൊണ്ട് കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, മധ്യവയസ്സിലുള്ളവരെ, വാർദ്ധക്യത്തിരിക്കുന്നവരെ സ്വതന്ത്രമാകുക. യേശുവിന്റെ രക്തത്താലുള്ള അഭിഷേകത്തെ സ്വീകരിക്കുക. അവന്റെ രക്തത്താലുള്ള അഭിഷേകത്തെ സ്വീകരിക്കുക. സ്വതന്ത്രമാകേണ്ട മേഖലകളെ, പൈശാചികമായ ബന്ധനങ്ങളുടെ അമിക്കയറുകൾ മുറിക്കപ്പെടുന്ന മേഖലകൾക്കായി പ്രാർത്ഥിക്കുക. യേശുവിന്റെ സാന്നിധ്യം ഇതാ നമ്മുടെ മധ്യ ഇറങ്ങുന്നു. യേശു ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വാസിയായി ബലപ്പെട്ട് ജീവിക്കാനാണ്. പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, ഞങ്ങൾക്ക് പാപമോചനം നൽകിയതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ കൂട്ടായ്മയിൽ ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു. വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ വളർത്തുന്നതിന് നന്ദി പറയുന്നു. ഈ സമയം ഓ ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയുടെ തിരുരക്തം കൊണ്ട്, അങ്ങയുടെ തിരുരക്തം കൊണ്ട്, അങ്ങയുടെ തിരുരക്തം കൊണ്ട്, അങ്ങയുടെ തിരുരക്തം കൊണ്ട്, അങ്ങയുടെ തിരുരക്തം കൊണ്ട് സകല പൈശാചിക ബന്ധനങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും അഴിച്ചു മാറ്റി ഞങ്ങൾ വിശുദ്ധീകരിച്ച് വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ മുന്നോട്ട് നയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളെല്ലാവരെയും സ്പർശിക്കണമേ. അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ പരിശുദ്ധ റൂഹായുടെ നിറവ് ഞങ്ങൾക്ക് തരണമേ. അന്ധകാര ദുഷ്ടതകൾ ഞങ്ങൾ നിന്ന് മായ്ച്ചു കളയണമേ. പാപത്തിന്റെ അശുദ്ധികളെ ഞങ്ങൾ ഇല്ലാതെയാക്കണമേ. ലോകാധിപതിയായ പിശാചിനെ ഞങ്ങൾ രക്ഷിക്കണമേ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കുന്ന എല്ലാവരും, കുടുംബമായി വിളിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ, വ്യക്തിപരമായി അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങിപ്പോൾ വന്ന് നിറയുന്നതിനായി, അങ്ങിപ്പോൾ ബലപ്പെടുത്തുന്നതിനായി, അങ്ങിപ്പോൾ ശക്തി കൊടുക്കുന്നതിനായി, അങ്ങിപ്പോൾ വിശുദ്ധി കൊടുക്കുന്നതിനായി, അങ്ങിപ്പോൾ കൃപ കൊടുക്കുന്നതിനായി, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ദൈവം ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ശക്തി പകരണമേ. ഞങ്ങളുടെ ശരീരത്തിലുള്ള ദുഷ്ടതകൾ കർത്താവ് മായ്ച്ചു കളയണമേ. ഞങ്ങൾ ഉണർത്തണമേ. ഞങ്ങൾക്ക് ശക്തി തരണമേ. ദൈവങ്ങളെ ഈ ദിവസം
എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരവരുടെ ഹൃദയത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ യേശുവിന്റെ രക്തത്താൽ യേശുവിന്റെ രക്തത്താൽ യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ജീസസ്, യേശുവിന്റെ തിരുരക്തത്താൽ പീഡാസഹനങ്ങളിലൂടെ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ തിരുരക്തത്താൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ തിരുരക്തത്താൽ യേശുവിന്റെ തിരുരക്തത്താൽ യേശുവിന്റെ തിരുരക്തത്താൽ യേശുവിന്റെ തിരുരക്തത്താൽ യേശുവിന്റെ തിരുരക്തത്താൽ യേശുവിന്റെ തിരുരക്തത്താൽ അഭിഷേകം ഇറങ്ങട്ടെ. ഹല്ലേലൂയ, അഭിഷേകം ഇറങ്ങട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന 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 ആരാധന. Oh Jesus' name we praise you, thank you God. Hallelujah, 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 hallelujah. യേശുവേ ആരാധന 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 ആരാധന. Oh Jesus, glory Jesus, hallelujah, 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 hallelujah. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ജീസസ്, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി, പുത്രനായ ദൈവമേ അങ്ങേക്ക് സ്തുതി, പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി. ഇന്ന് ഈ ശുശ്രൂഷ നടത്തുന്ന കുടുംബത്തിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ ശംശീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധനെ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം നമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവിൽ സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമായ ദൈവമക്കളെ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. നാളെ വൈകുന്നേരവും 8:30 മണിക്ക് ഒരുമിച്ച് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നിങ്ങളുടെ സ്വന്തം കൂട്ടായ്മയാണ്. ദൈവമക്കൾ അവരവരായിരിക്കുന്ന ഇടവകയോട് ചേർന്ന് വിശുദ്ധമായ കുർബാനയോട്, അതായത് കർത്താവിന്റെ തിരുശരീരക്തങ്ങളോടും കദാശിക ബന്ധങ്ങളോടും ചേർന്ന് ആത്മാവിൽ ബലപ്പെട്ട് വചനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പരിശുദ്ധ കൂട്ടായ്മയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ കൂട്ടായ്മയിൽ വരുന്നത് ദൈവം ആകർഷിച്ചതാണ്. നിങ്ങൾ ഈ കൂട്ടായ്മയുടെ മക്കളാണ്. നിങ്ങൾ സർവ്വത്തിലും ഈ കൂട്ടായ്മയെ കരുതുകയും സ്നേഹിക്കുകയും കൂട്ടായ്മയുടെ അംഗങ്ങളാണെന്ന് കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങൾക്കായിട്ട് ഓരോ ദിവസവും നടത്തുന്ന ശുശ്രൂഷകൾ പ്രയോജനകരമായി മാറട്ടെ. ദൈവം നിങ്ങളെ കൂട്ടിവരുത്തി ബലപ്പെടുത്തി വളർത്തട്ടെ. എല്ലാ മേഖലയും ശോഭിക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും അത്യുന്നതന്റെ കരക്കീഴ് ബലപ്പെടുവാനും ദൈവം നമ്മെ എല്ലാവരെയും ശക്തരാക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിച്ച് എല്ലാ മാനവും ബഹുമാനവും എല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ബലപ്പെടുത്തട്ടെ. യേശുവിന്റെ വലിയ നാമം ബലപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ശക്തമായ അഭിഷേകം ഉണ്ടാകട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.